ഹലോ ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു എ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കോഫി റെസിപ്പിയാണ്. ചോക്ലേറ്റ് കോഫി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ്. ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സാധാരണ ഷുഗർ, നമ്മുടെ പഞ്ചസാരയും ഒരു 2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നോക്കിക്കോ, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഇളം ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. കൈയൊക്കെ നന്നായിട്ട് വേദന എടുക്കും, എന്നാലും കുറച്ചും കൂടെ നന്നായിട്ട് ഈസി ആയിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. മിക്സിയിലിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബീറ്റ് ചെയ്ത് ആ ഒരു മിക്സ്ചർ മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുഞ്ഞൊരു സ്റ്റീലിൻ്റെ കുഞ്ഞൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പീസ് നമ്മുടെ ഡയറി മിൽക്കില്ലേ, സാധാരണ ഡയറി മിൽക്ക് 3 ബൈറ്റ് എടുത്തിട്ട് നമ്മുടെ നല്ല തിളച്ച ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഈ ഒരു കുഞ്ഞൊരു പാത്രം വെച്ചിട്ട്, അല്ലെങ്കിൽ കുഞ്ഞൊരു ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ മെൽറ്റായി കിട്ടും. എന്നിട്ട് 1 ടീസ്പൂൺ നമ്മുടെ സാധാരണ തിളപ്പിച്ചാറ്റിയ പാലും കൂടെ ചേർത്ത് കൊടുത്ത്, നമ്മുടെ പശുവും പാല് തന്നെയാണ്, ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഇതുപോലെ ഒരു ക്രീമി ചോക്ലേറ്റ് ടെക്സ്ചറായിട്ട് മാറും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പത വരുന്ന രീതിയിൽ നന്നായിട്ട് പാല് തിളപ്പിക്കണം, നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരല്പം പോലും വെള്ളം ചേർക്കരുത്. പാല് തിളപ്പിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് ഒരു ഫോം കിട്ടണമെങ്കിൽ അല്പം പോലും വെള്ളം ചേർക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ കാപ്പിച്ചിനോ അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ പാല് തിളപ്പിച്ചിട്ട് ഒരു 2 സ്പൂൺ ഈ ഒരു കോഫി കാപ്പിച്ചിനോ മിക്സ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ചോക്ലേറ്റും നമ്മുടെ പാലും കൂടെ ചേർത്ത് ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ്ചറും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 3 ടീസ്പൂൺ നമ്മുടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇത് കണ്ട ഒരു ചെറിയൊരു ഡിസൈനാണ്. ഈ ഒരു ചെറിയ ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ട് മുകളിൽ കൂടെ കോഫി പൗഡറും വിതറി കൊടുക്കുക, ചോക്ലേറ്റും കൂടി ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നാമത്തെ ഡിസൈനാണ്. ഇനി അടുത്ത ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ആ ഒരു ഡിസൈൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാം. മാർബിൾ ഡിസൈനാണ്. എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയല്ലേ, പാലൊക്കെ തിളപ്പിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ കൊടുക്കാൻ മറക്കരുത്, ഓൾ ഓപ്ഷനും കൂടെ കൊടുക്കുക. എങ്കിലേ വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്കിൻ കെയർ ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസിനെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഹാവ് എ നൈസ് ഡേ, ലവ് യു ഓൾ.